ഈ ശരണമയ്യപ്പ കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അമ്പലമുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെയാണ് ഹോൾട്ട് ഫസ്റ്റ് ഹാഫിൽ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ വിധി വെക്കണം വൈകുന്നേരം വരെ. അപ്പം ഈ ശരണമയ്യപ്പ. വിഷ്ണുസ്വാമി അയ്യപ്പ ഭക്തന്മാരുടെ ഒരു കോമൺ ആയിട്ടുള്ള സംശയമാണ് നമ്മൾ പദയാത്ര നടത്തുമ്പോൾ ചെരുപ്പിടുമോ ഇല്ലേ എന്ന്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പിട്ടിട്ടാണ് പദയാത്ര നടത്തണത്. ഞങ്ങൾ എരുമേലി വരെ ചെരുപ്പിട്ടിട്ടാണ് നടക്കുക. പിന്നെ എരുമേലിയിൽ നിന്ന് വനം വഴി പോകുമ്പോൾ ഞങ്ങൾ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ ചെരുപ്പ് അഴിച്ച് ഞങ്ങൾ ചെരുപ്പ് ഒന്നുമില്ലെങ്കിൽ കവറിൽ കരുതും, കയ്യിൽ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഉപേക്ഷിക്കും. എന്നിട്ട് അവിടുന്ന് കാൽനടയായി വനം വഴി പോകുമ്പോൾ ഞങ്ങൾ ചെരുപ്പ് ഇടാറില്ല. അതാണ് ഞങ്ങളുടെ പതിവ്. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഹൈവേയിൽ കൂടെ ചെരുപ്പിടണം എന്ന് വെച്ചാൽ കുപ്പിച്ചില്ലുകളും കല്ലുകളും പിന്നെ നമ്മുടെ ശുചിത്വം നമുക്ക് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, കാലിൽ മുറിവുണ്ട്. അപ്പോൾ നമ്മൾ ചെരുപ്പും കൂടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാനും മറ്റ് പല രോഗങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല, ഞങ്ങൾ ആദ്യത്തെ വട്ടം പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു സ്വാമിക്ക് കാലിൽ കുപ്പിച്ചില്ല് കയറിയ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അപ്പം അതിനുശേഷം ഞങ്ങളെല്ലാവരും ചെരുപ്പിട്ടിട്ടാണ് ഹൈവേ കൂടെ യാത്ര നടത്താറ്. അപ്പോൾ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഞങ്ങളിതാ ശ്രീനാരായണ ഗുരുവിൻ്റെ മഠത്തിലാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ പൂജയ്ക്ക് ശേഷം അന്നദാനം ഉണ്ട്. കഞ്ഞി അച്ചാറ് കിട്ടി. വിഷ്ണുസ്വാമി അടിപൊളി അന്നദാനം, ഭഗവാന്റെ അന്നദാനം. അടിപൊളി കഞ്ഞി, പുഴുക്ക്, അച്ചാറ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരീരത്തിലെ വേദന എല്ലാം മാറും. അപ്പോൾ ഓക്കെ, സ്വാമി ശരണം.